ശ്രീ വസന്ത് തെങ്ങുംപള്ളിയിലേക്കാണ് വരുന്നത്. ശ്രീ വസന്ത്, രാജ്യസഭയിൽ ഇപ്പോൾ ചർച്ച പുരോഗമിക്കുകയാണ്. നിശിതമായി വിമർശിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. വിപ്പ് ലംഘിച്ച് പ്രിയങ്ക ഹാജരായില്ല. 3 ലൈൻ വിപ്പായിരുന്നു, അതിൽ പ്രിയങ്ക ഹാജരായില്ല. ചർച്ചയിൽ രാഹുൽ പങ്കെടുത്തതുമില്ല. എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? ആ നിലപാട് എന്തുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പറയുന്നതിൽ നിന്നും മാറി നിന്നു സമുന്നതരായ നേതാക്കളായ പ്രിയങ്കയും രാഹുലും അടക്കം? അല്ല, ഒരു കാര്യം, പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യമാണ്. നോക്കൂ, സാധാരണയായി ഇത്ര പ്രധാനപ്പെട്ട ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിനും മിനിമം ഒരു 3 ദിവസത്തെ നോട്ടീസ് കൊടുക്കുന്ന ഒരു കീഴ്വഴക്കമുള്ളതാണ്. അതൊരു കീഴ്വഴക്കമാണ്, ചട്ടമല്ല. അത് പാലിക്കണമെന്ന് നിർബന്ധമില്ല എന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതായിരുന്നു കീഴ്വഴക്കം. പക്ഷെ ആ കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ട് ഇന്നലെ തലേ ദിവസം രാത്രി മാത്രമാണ് ഈ ബില്ല് പരിഗണിക്കാൻ പോകുന്നു എന്ന വാർത്ത അല്ലെങ്കിൽ വിവരം പ്രതിപക്ഷത്തിന് ലഭ്യമാകുന്നത്. സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് അവരുടെ വളരെ അടുത്ത സുഹൃത്ത്, വളരെ അടുത്ത കുടുംബ സുഹൃത്ത് ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരിക്കുന്നു എന്നറിഞ്ഞ് അവർ ഈ ബില്ലിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ കാണാനായി യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും അവർ ആ ബില്ലിൽ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ വിപ്പ് ലംഘിച്ചു എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ ദുഷ്ടലാക്കോടുകൂടിയാണ് എന്നത് സത്യമാണ്. അത് ആ പരിപ്പ് ഈ അടുപ്പിൽ വേവില്ല എന്ന് തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. കോൺഗ്രസിന്റെ വിപ്പ് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിക്ക് അറിയാം. അതിനകത്ത് BJP അത്ര കണ്ടങ്ങ് ഉത്കണ്ഠാകുലരാവേണ്ടതില്ല. ഇനി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണല്ലോ. നോക്കൂ, ഈ വിഷയത്തിൽ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ കൂടുതൽ സമയം വിഷയത്തിനാണ് ഇന്നലെ സ്പീക്കർ സമയം അനുവദിച്ച് നൽകിയത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ കൂടുതൽ സമയം പ്രതിപക്ഷ നേതാവിന് തന്നെ പോവുകയും കൂടുതൽ അംഗങ്ങൾക്ക് അതിൽ സംസാരിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. രാഹുൽ ഗാന്ധി സംസാരിക്കാൻ ഏൽക്കുമ്പോൾ തന്നെ ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് ശബ്ദമുയർത്തുകയും പിന്നീട് അത് ഗോഗ്വ വിളികളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായി ഇതൊരു മെറിറ്റോറിയസ് വിഷയമായതുകൊണ്ടും ഇതൊരു അക്കാഡമിക് വിഷയമായതുകൊണ്ടും കൂടുതൽ ആക്റ്റീവായ ഡിബേറ്റ്സ്, ഡിസ്കഷൻസ് ഇതിൽ ഉണ്ടാവണമെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ആഗ്രഹിക്കുകയും പ്രത്യേകിച്ച് ശ്രീ രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ അത് ആഗ്രഹിക്കുകയും അതുകൊണ്ട് തന്നെ കൂടുതൽ അംഗങ്ങൾക്ക് അവസരം ലഭിക്കട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ആരാണ് കൂടുതൽ അംഗങ്ങൾ? അങ്ങ് കണ്ടതാണല്ലോ. ഒന്ന്, ഈ ചർച്ച ആരംഭിച്ചു വെച്ചത് രാജ്യത്തെ തന്നെ കോൺഗ്രസിന്റെ രണ്ടാമൻ, ഈ രാജ്യത്തെ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാന നേതാക്കളിൽ രണ്ടാമൻ ശ്രീ KC വേണുഗോപാൽ, ആലപ്പുഴയിൽ നിന്നുള്ള MP. നിങ്ങൾ ഈ പറയുന്ന ഇപ്പൊ മെൻഷൻ ചെയ്തു പോയ പല വിഷയങ്ങളെയും ബാധിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശ്രീ KC വേണുഗോപാലാണ് ഈ ചർച്ചയ്ക്ക് കോൺഗ്രസിൽ നിന്ന് തുടക്കം ഇട്ടുവെച്ചത്. ശ്രീ ഗോഗോയ് എത്രയോ മനോഹരമായ വിഷയം അവതരിപ്പിച്ചു വെച്ചു. അതിനുശേഷം ഇടഭാഗത്ത്, ഈ ചർച്ചയുടെ ഇടഭാഗത്ത് ഇടപെട്ടുകൊണ്ട് AICCയുടെ അധ്യക്ഷൻ ശ്രീ മല്ലികാർജുന ഖാർഗെജി വളരെ കൃത്യമായി ഇടപെടുകയും ചെയ്തു. അപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിച്ചില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ AICCയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ നേരിട്ടും ആ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി നേരിട്ടും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ ഉപാധ്യക്ഷൻ നേരിട്ടും ഒക്കെ ഈ വിഷയത്തിൽ സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ കൃത്യമായി ഞങ്ങളുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വൈമനസ്യമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ സ്പീക്കറിനോട് അടുത്ത ദിവസം ഈ ചർച്ചയിൽ കൂടുതൽ സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവിന് സമയം അനുവദിക്കാൻ പറയുക. ഭരണപക്ഷ ബെഞ്ചിനോട് അവിടെ നിന്ന് ഈ കുട്ടിക്കുരങ്ങന്മാർ ചോറ് വാരി കളിക്കുമ്പോൾ കാണിക്കുന്ന പരിപാടികൾ കാണിക്കാതിരിക്കാനും പറയും. അപ്പോൾ ശ്രീ വസന്ത്, ഒരു കാര്യം ഒന്ന് ഇടപെട്ട് ചോദിച്ചുകൊള്ളട്ടെ. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടാണല്ലോ ഈ ബില്ലിനെ എതിർക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ വിമർശനം ഉയർത്തിയത് നിങ്ങളുടെ ഇന്ത്യ മുന്നണിക്ക് അകത്തു നിന്ന് തന്നെയായിരുന്നു. ജോൺ ബ്രിട്ടാസ് മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചത് താങ്കളും കേട്ട് കാണും. കാരണം ഇതിനൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത പ്രതികരണമായിപ്പോയി, ഉത്തരവാദിത്വം ഇല്ലായ്മ കാണിച്ചു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞത്. അല്ല, ഇന്നലെ ND മുന്നണിയുടെ വോട്ട് എത്രയാണെന്ന് കണ്ടപ്പോൾ അങ്ങേക്ക് മനസ്സിലായി കാണുമല്ലോ. ഇന്ത്യ മുന്നണി ഒരുമിച്ച് തന്നെയാണ് ഇതിനെ എതിർത്തതെന്ന്. ND മുന്നണിയിൽ എത്ര നേതാക്കൾ ഇന്നലെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് വിട്ടുനിന്നിട്ടുണ്ട് എന്നത് അങ്ങ് പരിശോധിച്ചിട്ടുണ്ടോ? ND മുന്നണിയിലെ എത്രയൊക്കെ നേതാക്കൾക്ക് ഇതിനകത്ത് എതിരഭിപ്രായമുണ്ട് എന്ന് അങ്ങ് നോക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ND മുന്നണിയുടെ നേതാവായിട്ടുള്ള പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കാത്തതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അങ്ങ് പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഒന്ന്, ഞങ്ങൾ വളരെ കൃത്യമായി ആ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. രണ്ട്, കേരളത്തിലെ CPM ഇന്ത്യ മുന്നണിയുടെ ഭാഗമായാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ കാലങ്ങളായി നിങ്ങൾക്ക് അരിവെച്ച് തരുന്ന പണിയാണ് ചെയ്യുന്നത് BJPക്ക്. ഞാൻ അങ്ങേ വ്യക്തിപരമായല്ലോ കേട്ടോ. BJPക്ക് അരിവെച്ച് തരുന്ന പണിയാണ് CPM എല്ലാ കാലത്തും ചെയ്യുന്നത്. അവർ എല്ലാ കാലത്തും 8 പമ്പുഞ്ചിന്റെ പണിയാണ് എടുക്കുന്നത്. ഈ വിഷയത്തിലും അവരെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും അവർക്ക് 4-3-7 വോട്ട് ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിലോ 2026 കേരളത്തിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തമിഴ്നാട്ടിൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, യാതൊരു പ്രയോജനമില്ലല്ലോ, ഒന്നും ചെയ്യാനില്ല. ഒരു പഞ്ചായത്ത് മെമ്പറിനെ പോലും ജയിപ്പിക്കാൻ അവർക്ക് പറ്റില്ല.
പിന്നെ ഉള്ളത് കേരളത്തിലാണ്. അപ്പൊ കേരളത്തിൽ എങ്ങനെയും ഉള്ള മണ്ണ് ഒഴിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഈ പറഞ്ഞ 4-3-7 വോട്ട് കിട്ടാൻ വേണ്ടി അവർ ചിലപ്പോൾ RSSുമായി സഖ്യം ചേരും, ചിലപ്പോൾ അവർ കോൺഗ്രസിനെ വിമർശിക്കും. ഒരു കാര്യവുമില്ലാതെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതിലേക്ക് വലിച്ചിട്ടെന്ന് വരും. അങ്ങനെയൊക്കെ അവർ ചെയ്യും. അതുകൊണ്ട് അതിൽ വലിയ അത്ഭുതം കൂറേണ്ടതായിട്ടില്ല. പക്ഷേ ഇത്രയധികം വിമർശനം ഉന്നയിക്കുമ്പോൾ ശ്രീ വസന്ത, മധുരയിൽ ചേരുന്ന CPM-ന്റെ സമ്മേളനത്തിൽ അവർ കോൺഗ്രസിനെതിരെ ഇതുവരെ വിമർശനമൊന്നും ഉയർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി പോകണം എന്നുള്ള പ്രത്യാശയൊക്കെ അവർ വച്ചു പുലർത്തിയിരുന്നു. അപ്പോഴാണ് താങ്കളുടെ ഈ രീതിയിലുള്ള നിലപാട്. അങ്ങ് വിചാരിക്കുന്നുണ്ടോ ഈ മധുരയിൽ ചേരുന്നത് CPM-ന്റെ പാർട്ടി കോൺഗ്രസ് എന്തോ വലിയ മഹാസംഭവമാണെന്ന്? എന്തിനാണ് ആവശ്യമില്ലാത്ത ഒരു പ്രചരണം അതിന് കൊടുക്കുന്നത്? ആ പാർട്ടിയെ സംബന്ധിച്ച് അവർ 24-ാമത്തെ 25-ാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ്. അവരെ സംബന്ധിച്ച് അവർ ശുഷ്കിച്ച് ഇനി ശുഷ്കിക്കാനേ ഒരു സ്ഥലവുമില്ല. കേരളം മാത്രമാണ്. അങ്ങേക്ക് അറിയാമോ, ലോകത്തിലെ ഏറ്റവും ആദ്യ ജനാധിപത്യപരമായ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളത്തിലായിരുന്നു. ഇന്ന് ഇതാ ഈ 2025 ഏപ്രിൽ മാസം 4-ാം തീയതി അല്ലെ, ഇന്ന് 3-ാം തീയതി ഈ ലോകത്തിൽ ആകപ്പാടെ ജനാധിപത്യപരമായ അധികാരത്തിൽ വന്ന് അവശേഷിക്കുന്ന ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളത്തിലാണ്. 2026 ഏതാണ്ട് ഈ മാസം അത് തീരുകയും ചെയ്യും. അതുകൊണ്ട് അവരുടെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടന്നാലും ഈ കേരളത്തിൽ നിന്ന് 10 പേര് പോകും, മധുരയിൽ നിന്ന് ഒരാൾ കാണും. അതുകൊണ്ട് അതിനെയൊക്കെ വലിയ കാര്യമായിട്ടൊന്നും നിങ്ങൾ കാണേണ്ടതില്ല. ഇനി കോൺഗ്രസിനെ വിമർശിക്കുക എന്നുള്ളത് അവരുടെ പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, തീരുന്നതിന് മുമ്പ് അവർ ആ പണി ചെയ്യും. അവരുടെ ഏറ്റവും വലിയ പണി അത് തന്നെയാണെന്ന് അങ്ങ് നോക്കൂ. ഒരു എക്സാമ്പിൾ അങ്ങ് അത് പറഞ്ഞതുകൊണ്ട് ആഡ് ചെയ്ത് ഞാൻ പറയാം. ഈ കേരളത്തിലെ CPM അങ്ങേക്ക് അറിയാമോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങ് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് അപമാനിച്ച ഇന്ത്യ മുന്നണി നിങ്ങളുടെ കൂടെ ഇന്നുള്ള നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ രൂപം കൊള്ളുന്ന സമയത്ത് പ്രതിപക്ഷത്തെ എല്ലാ നേതാക്കളും, അന്ന് നിതീഷുമുണ്ട്, പ്രതിപക്ഷത്തെ എല്ലാ നേതാക്കളും ചേർന്ന് കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ ഒരു പ്രതിപക്ഷ ഐക്യം വരണം എന്ന് ആഗ്രഹിച്ചപ്പോ അതിന് കടക്കൽ കത്തിവെച്ച് എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പണിയുമായി ഹൈദരാബാദിൽ പോയി KCR-നെ കണ്ട് 3-ാം മുന്നണി ഉണ്ടാക്കാൻ പോയ ആളാണ് പിണറായി വിജയൻ. അതുകൊണ്ട് പിണറായി വിജയന്റെ കാലാകാലങ്ങളായി എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പണിയാണ് അറിയാവുന്നത്. അത് അദ്ദേഹം ചെയ്യും. അവർ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിന് കീഴിലുള്ള എല്ലാവരും അത് ചെയ്യും. പിന്നെ ഇന്ന് അവരെ സംബന്ധിച്ച് ഇപ്പൊ അദ്ദേഹത്തിന്റെ മകളെ SFIO പ്രതി ചേർത്തിരിക്കുന്നു. ആശാ വർക്കർമാർ റോഡ് ബ്ലോക്ക് ചെയ്ത് സമരം ചെയ്യുന്നു. ഈ സർക്കാർ ഒരുപക്ഷെ നിലം പതിക്കാൻ ജനകീയ സമരം ഉയർന്നു വരുന്നു. അങ്ങനെയൊക്കെയുള്ള സമയത്ത് അവർക്ക് അതിൽ നിന്ന് വിഷയം വ്യതിചലിക്കാൻ വേണ്ടി ആ സർക്കാരിനെതിരായ ജനകീയ പ്രതിഷേധത്തിൽ നിന്ന്, പ്രതിരോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർക്ക് പല റീസണും കണ്ടുപിടിക്കേണ്ടതായി വരും.